ഡയറക്ടർ 1.5 വർഷമായിട്ട് ചേച്ചിയുടെ പുറകെയായിരുന്നു ഈ ഒരു ക്യാരക്ടർ നെക്സ്റ്റ് പറയാൻ വേണ്ടി. എനിക്കിഷ്ടമായി. ഏത് മൂമെന്റിലാണ് നെക്സ്റ്റ് പറയാമെന്ന് തോന്നിയത്? അതായത് ഈ ഒരു ക്യാരക്ടറിന് ചെയ്യാമെന്ന് അങ്ങനെ കുറേ ചിന്തിച്ച് പിന്നെ എനിക്ക് തോന്നിയ ഇദ്ദേഹം കുറച്ച് വിഷ്വൽസ് എനിക്ക് കാണിച്ചു തന്നു. അത് കണ്ടപ്പോൾ ഞാൻ ശരിക്കും കൺവിൻസ്ഡായി. അതേ ഈ സിനിമയുടെ തന്നെ കുറച്ച് ഷോർട്ട്സ് എടുത്തത്. അപ്പോൾ എനിക്ക് പിന്നെ മാത്രമല്ല റോളിൽ എനിക്ക് എന്നെ പ്ലേസ് ചെയ്യാൻ സാധിച്ചു. എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കാണുമ്പോൾ ഒരു എന്താണ് എൻ്റെ തന്നെ സിനിമ കണ്ട് പോപ്കോൺ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ദാറ്റ് വാസ് ഇറ്റ്. സ്വന്തം സിനിമ പോപ്കോൺ കഴിച്ച് കാണുക എന്ന് പറയുന്ന ഒരു സന്തോഷം. ഞാൻ സിനിമ കണ്ടിരുന്നില്ല, സോ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ കുറച്ചായി അത് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പം എന്താണ് എങ്ങനെയാണ്, അതുകൊണ്ട് എല്ലാം ഒരു സർപ്രൈസിങ് ആയിരുന്നു എനിക്ക്. പിന്നെ പൊതുവെ ആ സിനിമയുടെ ഒരു രീതിയും അങ്ങനെയാണ്, ഒരു ലീനിയർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ശരിക്കും പ്രതീക്ഷിക്കില്ല. പിന്നെ എനിക്ക് എന്നെ ഇഷ്ടമായി. അതാണല്ലോ മെയിൻ. എനിക്കിഷ്ടമായി. വെരി നൈസ്. അങ്ങനെ തോന്നിയില്ല. അങ്ങനെ അത് ഡയറക്ടറിൻ്റെ മിടുക്കാണല്ലോ. ഇതാണ്. വിഷ്ണു അവർ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. അവരുടെ ടീം വളരെ, നമുക്കറിയാമല്ലോ. ഇപ്പം ഞാനൊരു ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു സംശയം ഉണ്ടാവും ഇത് ഓക്കെ ആണെന്ന്. ഞാൻ പറയും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാൻ പറയും, ഇത് മതി പറയും. സോ അങ്ങനെ ഒരു ന്യൂ കമർന്ന് എനിക്ക് ആക്ച്വലി ഇത് കണ്ടപ്പോൾ തോന്നിയില്ല, അവർക്കും തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് ആദ്യത്തെ 1-2 ഇത് മാത്രം, പിന്നെ എനിക്ക് അതിൻ്റെ ഇത് പിടുത്തം കിട്ടി. നന്നായിരുന്നു. വെരി നൈസ് എക്സ്പീരിയൻസ്. പ്രതീക്ഷിക്കുന്നില്ലല്ലോ. മാത്രമല്ല നമുക്കിതിനെക്കുറിച്ചൊന്നും എന്ത് സീൻ ഏതാണ് എവിടെയാണ് അത് കഴിഞ്ഞിട്ട് എവിടെയാണ് ഒന്നും അറിയുന്നില്ല. സോ ആ ഒരു ഇംപ്രോബബിലിറ്റിയുടെ നമുക്ക് ശരി എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. സർപ്രൈസിങ് ആയിരുന്നു. എല്ലാം നന്നായിട്ടുണ്ട്. സിനിമയുടെ ഒരു ഔട്ട് നന്നായിട്ടുണ്ട്. എനിക്കിഷ്ടമായി. അപ്പം എൻ്റെ കുറേ സ്റ്റുഡൻസൊക്കെ വന്നിട്ടുണ്ട്. അവരുടെ നിന്ന് ഇമ്മീഡിയറ്റ്ലി നമുക്ക് പിടുത്തം കിട്ടും. അവരങ്ങനെ പെട്ടെന്ന് കയറി നമുക്ക് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഓഡിയൻസിൻ്റെ നിന്നൊക്കെ പെട്ടെന്ന് ഓരോ ഡയലോഗുണ്ട്. വെരി പോയറ്റിക്. സജീവമായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ തേടി വരുവാണെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഇന്റർവ്യൂവിൽ പറയണ്ടായി ഞങ്ങളേക്ക് ഒരു 3 ദിവസം അടുപ്പിച്ച് ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങ് എസ് പറയും. പക്ഷേ ചേച്ചി 1.5 വർഷം എടുത്തു. അതെന്താ വെച്ചാൽ ഞാൻ എൻ്റെ വേറെ വർക്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടല്ലേ. ഇനിയും അങ്ങനെയൊക്കെ തന്നെ എന്തായാലും നമ്മളെ ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു കോൺഫിഡൻസ് ഇപ്പോൾ അടുത്ത കഥ പറയാൻ വരുന്ന ഒരു സംവിധായകൻ അത്രയും നാൾ നടക്കണ്ടെന്ന് വന്നിരുന്നു രണ്ടുപേരോടും പറഞ്ഞു. അതല്ല നാളെ നടക്കുന്നതിനല്ലല്ലോ. നമുക്ക് പെട്ടെന്ന് അത് ആലോചിക്കും. ഒന്ന് എൻ്റെ സമയം ഇപ്പം മറ്റ് പ്രോജക്ട്സ് ചെയ്യുന്നതുകൊണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഇപ്പം നമുക്ക് ഏകദേശം എന്താണ് ഇതിൻ്റെ ഒരു നമ്മൾ ഇൻ ട്യൂണായി. നമ്മൾ തന്നെ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു കഥാപാത്രം നമ്മൾ തന്നെ ചെയ്തിരിക്കും. നമുക്കായിട്ട് ദൈവം മാറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് ഈ ഒരു കഥാപാത്രത്തിന് കാണുന്നത്. അങ്ങനെയൊക്കെ കാണാം. വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ആകെ പേടിയുണ്ടായിരുന്നു. വല്ലവരും വന്ന് എനിക്ക് വല്ല കാര്യമുണ്ടോ ഇതിൻ്റെയൊക്കെ ഡാൻസ് ചെയ്താൽ പോരെന്ന് ചോദിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു ഓഡിയൻസ് വളരെ ഹാപ്പിയാണ്. ഇനി നല്ല നല്ല കഥാപാത്രങ്ങൾ തേടി വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ നൈസ്.